എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ചാവക്കാട് മണ്ഡലത്തിന്റെ എല്ലാവരുടെയും ഗോപേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർക്കും സാദര നമസ്കാരം. കാരണം എനിക്ക് ആരോടും ഒരു ശത്രുതയുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടും ഒരു കോൺഗ്രസ്സുകാരനോടും എനിക്കൊരു വിരോധവുമില്ല. ഇതാ അവിടെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ നിൽക്കുന്നുണ്ട്. അയാൾ എൻ്റെ ഒരു സുഹൃത്താ. ഗണേശൻ പറഞ്ഞു ഇദ്ദേഹം കോൺഗ്രസ്സാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. നിങ്ങൾക്ക് എൻ്റെ ചരിത്രം അറിയുമെന്ന് എനിക്കറിയില്ല. കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലമായിരുന്ന കേരളവർമ്മ കോളേജ് കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഒരാൾ പോലും ജയിക്കാത്ത ഒരു കാലഘട്ടം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ SFI ആണ്, SFI എന്ന് പറഞ്ഞാൽ കേരളവർമ്മ കോളേജാണ്. അന്ന് കോൺഗ്രസിന്റെ KSU ആ കോളേജിലുണ്ട്. ഞാൻ പഠിക്കാൻ വന്ന ആദ്യ വർഷം KSUവിന്റെ ചെയർമാന് കിട്ടിയ വോട്ട് രണേന്ദ്രനാഥൻ എന്ന് പറയുന്ന ആ KSUവിന്റെ ചെയർമാന് കിട്ടിയ വോട്ട് 108 അന്ന് ABVPയുടെ ചെയർമാന് കിട്ടിയ വോട്ട് 38. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3500 വരും. 3500 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന കേരളവർമ്മ കോളേജിലെ SFIക്കാർ സിംഹഭാഗവും കീഴടക്കിയപ്പോ 38 ABVPക്കാരുടെ വോട്ട് മാത്രമാണ് അന്ന് കിട്ടിയത്. അന്ന് ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. ഞാൻ ഈ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഈ കോളേജിൽ മത്സരിച്ച് ജയിക്കും എന്നൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, 3500 SFIക്കാരുടെ വോട്ട് തലേ പ്രാവശ്യം ഉണ്ടായിരുന്ന 1984 ABVPയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചപ്പോ SFIക്കാരനും തോറ്റു, ASFകാരനും തോറ്റു, KSUക്കാരനും തോറ്റു. ഞാൻ വിജയിച്ചു. അന്നെനിക്ക് വിജയിക്കാൻ പറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയുന്നു, ഈ ഗുരുവായൂരിൽ ഇടതല്ല വലതല്ല ആര് വന്നാലും ശരി, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA വിജയിക്കും, വിജയിച്ചിരിക്കും. അത് ബാലറ്റ് പേപ്പറില് മെഷീനില് എന്നെങ്കിലും എടപ്പാട് കണ്ടുകൊണ്ടല്ല, സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ്. ഇത് ചാവക്കാട് സെന്ററല്ലേ? ചാവക്കാട് സെന്ററിലെ സാധാരണക്കാരെ മുൻനിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എന്റെ കുഞ്ഞുനാളിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ച ഈ കണ്ടകാലം 1980 BJP ആരംഭിച്ചതിന് ശേഷം ഞാൻ മറ്റു പല സംഘടനകളിൽ പ്രവർത്തിച്ച് 1997 BJP പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചാവക്കാട് സെന്ററിൽ നെഞ്ചു വിടർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു നായ പൈസയുടെ അഴിമതി നടത്താത്ത സുതാര്യമായ രാഷ്ട്രീയ ജീവിതമാണ് എന്റെ. ഒരാളോട് പോലും 10 പൈസ അനാവശ്യമായി ചോദിക്കാത്ത, കിട്ടിയ പൈസ നാട്ടിലെ ജനങ്ങൾക്കോ വീട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്കോ കൊടുത്തിട്ടുണ്ട്. 32 വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാർത്ഥികളെ ഞാൻ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 8ഓളം പെൺകുട്ടികളെ കല്യാണം കഴിച്ചയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ യാത്ര നടത്തുന്നതിനിടയിൽ ഞാനൊരു പ്രദേശത്ത് പോയി. നല്ലവണ്ണം പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ മാർഗമില്ല. ആ പെൺകുട്ടിക്ക് പഠിക്കണമെന്നുണ്ട്. അതിന്റെ അമ്മ പറഞ്ഞു, പഠിക്കും നന്നായിട്ട് ഇവള്, പക്ഷെ ഇവളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, എനിക്കൊരു മകളുണ്ട്. ഈ കുഞ്ഞുമകളെ എന്റെ മകളായിട്ട്
ഞാൻ എത്ര ഈ കുട്ടിക്ക് പഠിക്കാമോ അത്രയും പഠിച്ചോട്ടെ, പഠിപ്പിക്കാൻ ഞാൻ ആ കുട്ടിയെ ദത്തെടുക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വന്നത്, എന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് അബ്സല്യൂട്ടായിട്ടുള്ള സുതാര്യമാണ്. ഒളിച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല. ഞാൻ ഒളിച്ചു വെച്ചൊന്നും പറയാറില്ല. ഞാൻ സത്യസന്ധമായ കാര്യം പറയും. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തുവിനെ കുരിശിൽ കയറ്റിയ ദിവസമാണെന്ന്. യേശുക്രിസ്തുവിനെ കുരിശിൽ കയറ്റിയത് എന്തിനാ? യേശുക്രിസ്തു സത്യം പറഞ്ഞു. യേശുക്രിസ്തു സത്യം പറഞ്ഞപ്പോ യേശുക്രിസ്തുവിനെ കുരിശിൽ കയറ്റി. യേശുക്രിസ്തു ചാട്ടമാറുമായിട്ട് പള്ളിയിൽ പോയി, ക്രൈസ്തവ ദേവാലയത്തിൽ പോയി. അവിടെ ചൂത് കളിച്ചുകൊണ്ടിരുന്ന, അഴിമതി കാട്ടിക്കൊണ്ടിരുന്ന, ആ ചൂത് കളിച്ചുകൊണ്ടിരുന്ന ആളുകളെ ചാട്ടമാറുകൊണ്ട് അടിച്ച് അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തെ പിടിച്ച് കുരിശുമേ കയറ്റി. ബി ഗോപാലകൃഷ്ണൻ, BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ ഒരു സത്യം പറഞ്ഞു. എന്താ സത്യം? എടോ, ഈ നാട്ടില് ഇഷ്ടം മാതിരി LDFകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. കൃഷ്ണദാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാ കൃഷ്ണദാസ്. അതിൽ 2 പ്രാവശ്യം മുനിസിപ്പൽ ചെയർമാനായി. ഒന്നാം തരം ആള്. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാ ബേബി ജോൺ മാഷ്. ബേബി ജോൺ മാഷ് എന്ത് തന്നെ കണ്ടാലും പറയും, ഗോപാലകൃഷ്ണ തന്റെ മുഖം എനിക്ക് ആവശ്യമുണ്ട്, താൻ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരേണ്ട ആളാണ് എന്നും പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട ആളാ ബേബി ജോൺ മാഷ്. കൃഷ്ണദാസൻ എന്താ സീറ്റ് കൊടുക്കാത്തത്? ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കൃഷ്ണദാസിന് സീറ്റ് കൊടുക്കാത്തത് എന്താ? ബേബി ജോൺ മാഷ്ക്ക് സീറ്റ് കൊടുക്കാത്തത് എന്താ? VT ബലറാമനെ തൃത്താലയ്ക്ക് വിട്ടതെന്താ? ഗീതാ ഗോപി ഗുരുവായൂരുകാരി നാട്ടികയ്ക്ക് വിട്ടതെന്താ? വത്സൻ ഈ ഗുരുവായൂരുകാരൻ എന്തേ കയ്പമംഗലത്തേക്ക് വിട്ടത്? ഇത്ര ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചിട്ടുള്ളത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന് യേശുക്രിസ്തുവിനെ കുരിശിൽ കയറ്റുന്ന പോലെയാണ് എന്നെ കയറ്റിയത്. ഞാനിത് ചോദിച്ചു. അത് വിട്ട് ഞാൻ ഒരു മതവും പറഞ്ഞിട്ടില്ല. ഞാനൊരു മതത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാനൊരു മതത്തിനെതിരായി പറഞ്ഞിട്ടില്ല. ഞാനിവിടെ വന്നപ്പോ ചോദിച്ചു, 1980 മുതൽ ഒരു കുത്തക പോലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് 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 എന്തുകൊണ്ടെന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചു. ആ ചോദ്യം ഉന്നയിക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത എനിക്കില്ലേ? ഞാനിവിടെ ഒരു ഫ്ലെക്സ് വെച്ചു ചാവക്കാട്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ആ ഫ്ലെക്സിൽ എന്താ വെച്ചിരിക്കുന്നത്? 1976 മുതൽ 2025 വരെയുള്ള MLA-മാരുടെ പേരെഴുതി വെച്ചു. എടാ, MLA-മാരുടെ പേരെഴുതി വെക്കാൻ പാടില്ലേ? ഞാൻ ചോദിക്കുന്നത്, MLA-മാരുടെ പേരെഴുതി വെച്ച ഗോപാലകൃഷ്ണൻ MLA-മാരുടെ പേരെഴുതി വെച്ച ഗോപാലകൃഷ്ണനെതിരെ നടപടി. ഗോപാലകൃഷ്ണൻ MLA-മാരുടെ പേരെഴുതിയത് പച്ച നിറത്തിലാണ്. എന്റെ പാർട്ടിയുടെ നിറം പച്ച. എന്റെ പാർട്ടിയുടെ നിറം പച്ചയും കാവിയ. അപ്പൊ ഞാൻ പച്ച കാവി ഉപയോഗിച്ചാൽ എന്താ കുഴപ്പ? പച്ച നിറത്തിൽ ഗോപാലകൃഷ്ണൻ എഴുതി. ഞാൻ ഇവിടുത്തെ MLA-മാരുടെ പേരെഴുതി വെച്ചു. ശരിയാന്നേ? അത് തെറ്റാണോ? അത് ശരിയല്ലേ? ഇപ്പോ എന്റെ സുഹൃത്ത് മിസ്റ്റർ അനീഷ് കുമാർ എനിക്കൊരു സാധനം കൊണ്ട് തന്നിരിക്കുന്നു. എന്താ പറയോ? ഗോപാലകൃഷ്ണൻ ഫ്ലെക്സ് ഉയർത്തിയതിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. ഇന്നലെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ തലേ ദിവസം രാത്രി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. 1:30 മണിക്ക് പോലീസ് വാതിൽ മുട്ടി വിളിക്കുക. ഞാൻ എന്താ വല്ല കൊലപാതകം ചെയ്തോ? ഞാൻ ആരെങ്കിലും തല്ലിയോ? ഞാൻ എന്തെങ്കിലും കൊള്ള ചെയ്തോ? ഞാൻ എന്തെങ്കിലും പിടിച്ചു പറിച്ചോ? ഞാൻ ഈ പകൽ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്ന ആളല്ലേ? രാത്രി 1:30 മണിക്ക് എന്റെ വീട്ടിൽ തട്ടി വിളിക്കുക. എന്റെ ഭാര്യ വാതിലോട് നോക്കിയപ്പോ ഗോപാലകൃഷ്ണൻ എവിടെ? ഭാര്യ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ഇവിടെ ഇല്ല. ഗോപാലകൃഷ്ണൻ എവിടെയുണ്ട്? കാണണം. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഗോപാലകൃഷ്ണനെ കാണാൻ നിങ്ങൾ 1:30 മണിക്ക് രാത്രി എന്ന് പറഞ്ഞത് നാളെ രാവിലെ കണ്ടാ പോരെ? അത്യാവശ്യം വിവരമുള്ള സ്ത്രീയാ, അവരൊരു ഡോക്ടറാ. നിങ്ങൾക്ക് രാവിലെ വന്നാ പോരെ? നിങ്ങളെന്തിനാ രാവിലെ വരാതെ ഈ പാതിരാത്രി? അല്ലെ, പാതിരാത്രി വരണം. നിങ്ങളുടെ കയ്യിൽ വാറണ്ടുണ്ടോ? ഇല്ല. എന്നാ പോകാൻ നോക്ക്. വാതിലടച്ചു. പിറ്റേ ദിവസം രാവിലെ ഗുരുവായൂരിലുള്ള ലോഡ്ജ് മുഴുവൻ കയറിയ ഗോപാലകൃഷ്ണൻ നോമിനേഷൻ കൊടുക്കാൻ വരുന്ന ദിവസമാ. ഗോപാലകൃഷ്ണൻ നോമിനേഷൻ കൊടുക്കാൻ വരുന്ന ദിവസം ഗോപാലകൃഷ്ണനെ തടയണം. തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ട് എല്ലാ ചാനലിലും വിളിച്ചു പറഞ്ഞു. ചാനലുകാർ മുഴുവൻ ഇവിടെ
ഗോപാലകൃഷ്ണൻ എവിടെയുണ്ട് എന്നറിയാൻ വേണ്ടി എല്ലാ ലോഡ്ജിലും കയറി ഇറങ്ങുക പോലീസുകാർ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്നത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒന്നുകിൽ അവര് നിർത്തണം, അല്ല ഞാൻ നിർത്തണം. സാധാരണ ഒരാൾ പ്രസംഗിക്കുമ്പോ ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അവര് നിർത്താത്തതുകൊണ്ട് ഞാൻ നിർത്താം. ഇനി ഇതിന്റെ പേരിൽ ഒരു പുതിയ കേസ് ഇടണ്ട. അപ്പോ രാത്രി 1:30 മണിക്ക് എന്റെ വീട്ടില് പിറ്റേ ദിവസം രാവിലെ പോലീസ് തപ്പി നടക്കുക. ഗോപാലകൃഷ്ണനെ പിടിക്കണം, എവിടെ ഗോപാലകൃഷ്ണനെ പിടിക്കാം. ഗോപാലകൃഷ്ണൻ എന്ത് തെറ്റാ ചെയ്തു? എന്നിട്ട് അവസാനം പിടിക്കാൻ പറ്റിയില്ല. നോമിനേഷൻ ഇവിടെ കൊടുത്തു. നിങ്ങളൊക്കെ കണ്ടതാണല്ലോ, എല്ലാവരുടെയും കടകളിൽ ഞാൻ കയറി ഇറങ്ങി ഞാൻ നോമിനേഷൻ കൊടുത്തു. ഞാൻ നോമിനേഷൻ കൊടുത്ത് വെളിയിൽ വന്ന് നോമിനേഷന്റെ ചെക്കിംഗ് ഉണ്ടല്ലോ, ആ ചെക്കിങ്ങിന്റെ സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നേതാവും ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ നേതാവും ഒന്നിച്ച് ആർഒനോട് പറയാ, റിട്ടേണിംഗ് ഓഫീസറോട് പറയാ ഇത് തള്ളണം. അപ്പൊ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞ തള്ളാവൊന്നും കാണാനില്ല. ഒന്നും കാണാനില്ലെങ്കിൽ ഒരു ദിവസം ഈ സാധനം തടഞ്ഞു വെക്കണം. അതെന്തിനാ തടഞ്ഞു വെക്കണേ? അത് പറ്റില്ലാന്നേ, തടഞ്ഞു വെക്കണമെന്നേ, അതിന് വകുപ്പുണ്ട് തടഞ്ഞു വെക്കാൻ. പക്ഷെ അവര് തടഞ്ഞു വെച്ചില്ല. പോലീസ് കേസെടുത്തു. ഞാൻ ഗുരുവായൂരിൽ വരുമ്പോ എന്റെ പിന്നാലെ പോലീസ് വരുമ്പോ പ്രവർത്തകരെ കൂടില്ലല്ലോ. പ്രവർത്തകർക്ക് ഇതെന്താ പ്രശ്നം എന്നറിയാൻ. ഞാൻ അങ്ങോട്ട് പോയാൽ അവിടെ പോലീസ്, ഞാൻ ഇങ്ങോട്ട് പോയാൽ ഇവിടെ പോലീസ്, ആകെ പോലീസ്. ഈ ഫ്ലെക്സ് വെച്ചതിന്റെ പേരിൽ പരാതി, ആ ഫ്ലെക്സ് വെച്ചതിന്റെ പേരിൽ കേസ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സുഹൃത്തുക്കളെ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ വെച്ചു അസന്നിഗ്ധമായി പറയാം. ഫ്ലെക്സ് വെച്ചതിന്റെ പേരിൽ കേസെടുത്ത്, ഫ്ലെക്സ് വെച്ചതിന്റെ പേരിൽ പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് ഗോപാലകൃഷ്ണനെ പേടിപ്പിച്ച ഗോപാലകൃഷ്ണൻ പറഞ്ഞതെല്ലാം പിന്നോട്ട് ഓടിപ്പോകുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞാൽ, ഇന്നലെ പറഞ്ഞാൽ അത് ഇന്നും അതിനൊരു ഇഞ്ചു മാറൂല. ആ മാറാത്ത പാരമ്പര്യമുള്ള നരേന്ദ്രമോദിയുടെ പാരമ്പര്യമുള്ളവരാ ബി ഗോപാലകൃഷ്ണൻ. എന്തെങ്കിലും പറഞ്ഞങ്ങ് പോവില്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സംവാദം നടത്താനാ വാ. ഈ ചാവക്കാട്ടെ കോൺഗ്രസ്സുകാരും, ഞാൻ കോൺഗ്രസ്സുകാരല്ല, ചാവക്കാട്ടെ നമ്മുടെ റഷീദിന്റെ ആളുകളെയും അതേപോലെ CPM-കാരെയും വെല്ലുവിളിക്കാം. വാ, ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് രാഷ്ട്രീയ സംവാദം നടത്താം. ഞങ്ങൾക്കൊരു വർഗീയതയുമില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 39,000 ഗുണഭോക്താക്കളുണ്ട് ഈ ചാവക്കാട്. 39,000 ഗുണഭോക്താക്കൾ ഈ ചാവക്കാടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് അക്ബറും ഉണ്ട്, ഫാത്തിമയും ഉണ്ട്, ഔസേപ്പും ഉണ്ട്, ആന്റണിയും ഉണ്ട്, ശ്രീരാമനും ഉണ്ട്. നരേന്ദ്രമോദി ഒരു തെങ്ങുള്ളവന് 3 മാസം കൂടുമ്പോ 2,000 രൂപ കൊടുത്തത് ഏതെങ്കിലും രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അത് ഫാത്തുമയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അത് അക്ബറിനും കൊടുത്തിട്ടുണ്ട്, അത് ഫൈസലിനും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കി ഇതൊന്നും ചെയ്യാറില്ല. സബ്കാ സാത്ത് സബ്കാ വികാസ്, ഇതാണ് ഞങ്ങളുടെ സങ്കല്പം. ഞങ്ങളൊന്നും അങ്ങനെ മതം നോക്കിയിട്ടൊന്നും കൊടുക്കാറില്ല. ഇവിടെ ഒരു ഹൈവേ പോണ്ടല്ലോ, ഹൈവേ. അയ്യോ, LDF-ന്റെ നേതാവിന്റെ പ്രസംഗം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ LDF-ന്റെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ കാണുന്ന ഹൈവേ. LDF-ന്റെ ഗവൺമെന്റ്, പിണറായി സർക്കാർ കൊണ്ടുവന്ന. പിണറായി സർക്കാരിന്റെ തറവാട്ടിൽ നിന്നോ അമ്മാനച്ചന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നരേന്ദ്രമോദി കൊടുത്ത പണമാണ് ഈ ഹൈവേ. നിഷേധിക്കാൻ പറ്റോ? ഞങ്ങൾ ചോദിക്കുക, നരേന്ദ്രമോദി കൊടുത്ത പണം, ആ പണത്തിലായി ഹൈവേ. ഇപ്പൊ എല്ലായിടത്തും LDF-ന്റെ അക്ബറിന്റെ പ്രസംഗം എന്താണെന്നറിയോ? ബി ഗോപാലകൃഷ്ണനെ തെറി വിളിച്ചിട്ടാ. അപ്പൊ അക്ബർ തെറി വിളിച്ച് പറയുമ്പോ അക്ബർ ഒരു കാര്യം പറയും. അതെന്താ? ഗോപാലകൃഷ്ണ 2 പ്രാവശ്യം പറയും. ഞാൻ അക്ബറിനോട് പറയാം, അക്ബറെ 2 ഒരു 3-4 പ്രാവശ്യം വിളിക്കേ. അപ്പൊ ആ കൃഷ്ണ എന്ന് വിളിച്ചോള്ള പാപമൊക്കെ തീരട്ടെ. ഇതുവരെ ചെയ്തു വെച്ച എല്ലാ പാപവും അങ്ങോട്ട് തീർന്നോട്ടെ. വിളിച്ചോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചിട്ട് എന്താ പറയണമെന്നറിയോ? ഗ്യാസ് താ എന്നാ എല്ലാവരും പറയുന്നേ. എടോ അക്ബറെ, ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുക. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുക. റഷ്യക്കില്ല, ചൈനക്കില്ല, പാകിസ്ഥാനില്ല, അമേരിക്കക്കില്ല, ഇസ്രായേലില്ല. 2 കപ്പലിനാണ് ഹോർമുസ്
ആ കടലിൽ കൂടെ ആ 2 കപ്പലാ വന്നത്. അത് ആരുടെ കപ്പലാന്നറിയോ? അത് ഇസ്രയേലിന്റെ അല്ല, അത് ചൈനയുടെ അല്ല, അത് നിങ്ങളുടെ സ്വന്തം പാകിസ്ഥാന്റെ അല്ല. അത് നരേന്ദ്രമോദിയുടെ കപ്പൽ, ഇന്ത്യയുടെ കപ്പലാ വന്നത്. ഇന്ത്യ നിഷേധിക്കാൻ പറ്റുമോ? ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായി. അമേരിക്കയ്ക്കോ റഷ്യക്കോ ചൈനക്കോ പാകിസ്ഥാനോ ഉക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഉക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവന്നത് ഇന്ത്യയുടെ ഫ്ളാഗും നരേന്ദ്രമോദിയുടെ ചിത്രവും വെച്ചിട്ട് പാകിസ്ഥാനിലെ പിള്ളേരെ വരെ കൊണ്ടുവന്നത്. എടോ, പാലസ്തീനിലേക്കും പോവും നരേന്ദ്രമോദി, ഇസ്രായേലിലേക്ക് പോവും നരേന്ദ്രമോദി. ഇന്ത്യ മുഴുവനും നരേന്ദ്രമോദിയുടെ കരങ്ങളാൽ സുശക്തമായി നിൽക്കുമ്പോ ലോകം മുഴുവനും നരേന്ദ്രമോദി ആദരിക്കുക. ഞാൻ അഭിമാനത്തോടുകൂടി പറയുക, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തില് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സ്വന്തം ചിഹ്നത്തിൽ നിന്ന് 10 വർഷം ഇന്ത്യ ഭരിച്ചിട്ടും പ്രതിപക്ഷത്തിന് അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ പേരാ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ഭരണം, ആ ഭരണത്തിന്റെ പേരില ഞങ്ങളൊക്കെ വോട്ട് ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളെ പോലെ സ്വർണം കെട്ടതിന്റെ പേരിലല്ല, സ്വർണം കെട്ടതിന്റെ പേരിലല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ചാവക്കാട് സെന്ററിൽ ബി ഗോപാലകൃഷ്ണനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നവരുണ്ട്. ഞാൻ ഇന്നുവരെ ഒരു മതത്തിനും വേണ്ടി പറഞ്ഞിട്ടില്ല. എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പാവർട്ടിയിലെ ഫൈസലും കുടുംബവുമാണ്. എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദര